ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വചനം വായിക്കാം. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ദേശപുസ്തകത്തിൻ്റെ വായന 1-ാം അധ്യായം 19-ാം തിരുവചനം. വചനം വരെ നമുക്ക് നോക്കാം. സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും അധികാരികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയും ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന അമർഷത്തോടെ അനുസരണം കാട്ടുന്നവരുണ്ട്. എന്നാൽ ആത്മീയ മൂല്യമുള്ള യഥാർത്ഥ അനുസരണം ഇതൊന്നുമല്ല. അനുസരിക്കുക എന്നത് ഭാരം പിടിച്ച ഒരു കാര്യമായി പലർക്കും തോന്നുന്നത് അവരുടെ ആത്മീയ ജീർണത കൊണ്ടാണ്. അനുസരണക്കേടിൻ്റെ അരൂപി ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അതിലൂടെ ദൈവകൃപയുടെ പ്രവാഹം തടയപ്പെടുന്നു എന്നത് അധികമാരും ശ്രദ്ധിക്കാറില്ല. വാസ്തവത്തിൽ മനുഷ്യന് ഏറ്റവും ആന്തരിക ശക്തി പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഹൃദയപൂർവ്വമായ അനുസരണവും വിധേയത്വവും. അനുസരണമാണ് അനുഗ്രഹത്തിൻ്റെ താക്കോൽ. യേശുവിൻ്റെ വാക്കുകൾ നാം അനുസരിക്കാതിരിക്കുമ്പോൾ അവിടുത്തെ ദൈവമേ എന്ന് വിളിക്കാനുള്ള യോഗ്യത നമുക്കില്ലാതാവുന്നു. കൽപ്പന അനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക്